നമസ്കാരം, എല്ലാവർക്കും ഗ്രാവിറ്റി ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കാഴ്ചകളിലേക്ക് സ്വാഗതം. 5.5 സെൻറ്റ് പ്ലോട്ടിൽ 2210 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന ഒരു വീടാണിത്. വീടിൻ്റെ എലിവേഷനിലേക്ക് വരുവാണെങ്കിൽ സ്പേസ് ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ പരമാവധി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ആംബിയൻസിന് ഒരു പ്രധാന കാരണം ഇവിടെ ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി കൂടെയാണ്. നാച്ചുറൽ സ്റ്റോണിൻ്റെ ഇടയിൽ നാച്ചുറൽ ഗ്രാസ് കൊടുത്തുകൊണ്ടാണ് ലാൻഡ്സ്കേപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. കാർപോർച്ച് ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കാർപോർച്ചിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. GI ഫ്രെയിമിൽ ACP ഉപയോഗിച്ചിട്ടാണ് കാർപോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ACP ജോയിൻസ് അറിയാതിരിക്കാനായിട്ട് വൈറ്റ് കളർ സിലിക്കോനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എലിവേഷൻ്റെ ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ മോഡേൺ സ്റ്റൈലിൽ തികച്ചും വ്യത്യസ്തമായ എലിവേഷനാണ് ഈ വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ കട്ടിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇൻറ്റീരിയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. കോർണർ സോഫ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റും ലിവിംഗ് ഏരിയയിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയും ഡൈനിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സ്പൈറൽ ഷേപ്പിലുള്ള സ്റ്റെയർ കേസാണ്. ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ടാണ് ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എയർ സർക്കുലേഷനും ലൈറ്റും ലിവിംഗ് ഏരിയ കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുമ്പോഴേക്കും ഡൈനിങ് സ്പേസിലേക്കാണ് എത്തുന്നത്. ഡൈനിങ് സ്പേസിന് തൊട്ട് മുൻപിലായിട്ട് ഒരു ഫാമിലി ലിവിംഗ് സ്പേസിന് വേണ്ടിയിട്ട് സോഫ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് കൂടെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നും നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് കോർട്ട്യാർഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം ഡോർ പ്രൊഫൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അലൂമിനിയം സ്ലൈഡിംഗ് ഡോറിൽ ടഫൻഡ് ഗ്ലാസ് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഫോർമൽ കിച്ചണും ഒരു വർക്ക് ഏരിയയുമാണ് ഈ വീട്ടിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നും നേരെ ഓപ്പൺ കിച്ചണിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. മിനിമ സ്പേസിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ അക്രിലിക് ലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് കിച്ചൻ്റെ കബോർഡ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയിലാണ് റെഫ്രിജറേറ്ററും കാര്യങ്ങളുമെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കോമൺ ടോയ്ലറ്റും വാഷ് ഏരിയയും ഗ്രൗണ്ട് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ കയറി വരുമ്പോൾ 12x12 സൈസാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. ഒരു ക്വീൻ സൈസ് കോട്ടാണ് മാസ്റ്റർ ബെഡ്റൂമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ ഒരു സൈഡിലെ വാൾ ഫുള്ള് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. സിറ്റൗട്ടിലേക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റഡി ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു ഷെൽഫും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും ഈ റൂമിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിനെയും ലിവിംഗ് സ്പേസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്പൈറൽ ഷേപ്പ് കൊടുത്തുകൊണ്ടാണ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി വരുന്നത് വിശാലമായ അപ്പർ ലിവിങ്ങിലേക്കാണ്. 4 സീറ്റഡ് സോഫയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ്ങിലെയും ഒരു ഭാഗത്തെ വാള് ഫുള്ള് ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ആദ്യത്തെ റൂമിലേക്ക് വരുമ്പോൾ 12x12 സൈസിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ക്വീൻ സൈസ് കോട്ടും സൈഡിലായിട്ട് ഒരു സൈഡ് ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് കൊടുത്തുകൊണ്ടുള്ള വാർഡ്രോബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമിന് പാരലായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഒരു കോട്ടിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റഡി ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറൈൻ വുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വീടിൻ്റെ വാർഡ്രോബെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ ഈ റൂമിൽ ഒരു ബാൽക്കണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ്സിലാണ്. ഇന്നത്തെ ഹോം ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരുടെയും അഭിപ്രായവും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം ഗ്രാവിറ്റി ടീം.